എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 10-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് വേക്കൻസി പൊസിഷൻ ആസ് എന്ന് പറഞ്ഞുകൊണ്ട് 1/2024 എന്ന് പറഞ്ഞുകൊണ്ട് നൽകാൻ സാധിക്കും. ഇത് ഇന്നലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 1-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1-ാം തീയതി വന്നിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറി എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ മറ്റ് കാറ്റഗറിയിൽ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഏതൊക്കെ കോളേജിൽ എത്ര വീതം വേക്കൻസികളാണ് ഉള്ളത് എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാം. അപ്പോൾ 1-ാം വർഷ ബിരുദ പ്രവേശനം 2024-25 കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കായിട്ട് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതുപോലെ ഓപ്ഷനുകൾ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഓപ്ഷൻസ് നൽകാനും 1/2024 മുതൽ 10/2024 വരെ അവസരം ഉണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങൾ: 1-ാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 1/2024 മുതൽ 10/2024 വരെ പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പരമാവധി 20 ഓപ്ഷനുകളാണ് നൽകാൻ സാധിക്കുക. അതായത് ആകെ 20 ഓപ്ഷനാണ് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകിയാൽ അവർ പ്രൊഫൈലിൽ മുൻപ് നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ്. പുതുതായിട്ട് നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ട 20 കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് പുതുതായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം ഇവർ മുൻപ് അലോട്ട്മെൻറ്റിൽ നൽകിയ എല്ലാ ഓപ്ഷനുകളും ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് മുൻപ് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകിയാൽ പുതിയ ഓപ്ഷൻ പരിഗണിക്കും. അതായത് പുതിയ ഓപ്ഷനുകളെ മാത്രമേ പരിഗണിക്കുള്ളൂ. അതേസമയം നിങ്ങൾ പുതിയ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മുൻപ് കൊടുത്ത ഓപ്ഷനെ മാത്രമേ പരിഗണിക്കുള്ളൂ. അതായത് മുൻപ് കൊടുത്ത എല്ലാ ഓപ്ഷനുകളും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അതായത് നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ മുൻപ് 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒരു 2 ഓപ്ഷൻ കൊടുത്തുവെങ്കിൽ ആ 2 ഓപ്ഷനെ മാത്രമേ പരിഗണിക്കുള്ളൂ. ബാക്കി ഓപ്ഷനൊക്കെ ക്യാൻസലാവും. അതേസമയം നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും കൊടുത്തില്ല, അതായത് മുൻപ് 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു മുൻപ് നിങ്ങൾ നൽകിയ 20 ഓപ്ഷനുകളെ പരിഗണിക്കുമെന്നാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നൽകിയ വിവരം. അതുപോലെ നിലവിൽ രജിസ്ട്രേഷനുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കൽ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തൽ, കാറ്റഗറി മാറ്റം തുടങ്ങിയ എല്ലാ തിരുത്തലുകൾക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഏതൊരു വിവരവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷനിൽ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ മാത്രമേ, അതായത് മാർക്കിൻ്റെ വർധനവും സ്പെഷ്യൽ വെയിറ്റേജ് മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് അക്കാദമിക് വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു മാറ്റം വരുത്താൻ സാധിക്കുക. ഈ ഒരു വിദ്യാർത്ഥികളെ മറ്റുള്ള തിരുത്തലുകൾക്ക് സർവകലാശാലയുമായി ബന്ധപ്പെടേണ്ടതാണ്. അതായത് നിങ്ങൾക്കുള്ള ഓപ്ഷൻസോ മറ്റോ ഒക്കെ അതായത് നിങ്ങൾക്ക് മാറ്റം വരുത്തണം എങ്കിൽ നിങ്ങൾക്ക് സർവകലാശാലയുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. അതുപോലെ മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷരും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായിട്ടുള്ള വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം പുതുതായിട്ട് ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥികളുടെ പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്നും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകൾ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം ആയതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്കായിട്ട് പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മറ്റൊരു കോളേജിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തുവാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിനായിട്ട് സർവകലാശാലയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഒരു തീയതിക്കുള്ളിൽ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ അവരുടെ പ്രൊഫൈലിൽ പ്രസ്തുത
മാറ്റങ്ങൾ വരുത്തി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് പരിഗണിക്കുന്നതിലേക്കായിട്ട് നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ്. ഇനി സ്പോർട്സ് കോട്ട അഡ്മിഷൻ. നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ഉള്ളവർ സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ആയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പുതിയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒന്നാം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ശേഷവും ഒഴിവ് നിലനിൽക്കുന്ന പക്ഷം ഈ ഒരു വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് മാനേജ്മെൻറ്റ് കോട്ടയാണ്. മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ടുമായി താല്പര്യമുള്ള കോളേജിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.